പിന്നെ കുടുംബശ്രീ പണിയാണ്. അങ്ങനെ പറഞ്ഞ ഇൻസൾട്ട് ആവുമോ? പാവൻ്റെ അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. എടി, നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. നമുക്ക് അപ്പോൾ അതിൽ കൂടെ കുറച്ച് നല്ല വെയിൽ തമ്മ നിന്ന് അഭിമാനിച്ചു. വെയിൽ കുറഞ്ഞിട്ട് അഭിമാനിച്ചാണ്. കുറച്ച് ആരോഗ്യം ഉണ്ടാവും. വെയിലത്ത് പണി എടുക്കുമ്പോൾ വൈറ്റമിൻ ഡി കിട്ടും. നമ്മുടെ ഡ്രൈവേ അവർ എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല ടൗൺഷിപ്പ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേൽ കാണിക്കും. ഇവിടെ ഈ ക്രിയൊന്നും നടക്കില്ല. അപ്പോൾ എല്ലാവരുടെയും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഗ്രാസിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവർ കൊണ്ടുവന്ന് നോട്ടീസ് വെച്ചു, ഗ്രാസിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി മിറ്റലിൻ്റെ മേളിലും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയണത്. ഇത് ഇങ്ങനെ ഫൈൻ കിട്ടുമോ ഇനി? അല്ല, എനിക്ക് എൻ്റെ ഒരു ടയർ പുറത്തിറക്കി കിട്ടിയത്. അല്ല, ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇടാൻ ചോദിക്കണ്ടേ? പെർമിഷൻ എടുക്കണ്ടേ അക്കൗണ്ടിൻ്റെ? ഇല്ല, നമുക്ക് ടയർ നമ്മൾ ഈ സാധനം വെക്കണം എന്തിനാന്ന് വെച്ചാൽ പുല്ല് മുളയ്ക്കാതിരിക്കാൻ. ഇത് ഇട്ടിട്ട് ഇത് ബോർഡറായിട്ട്, അപ്പോൾ മിറ്റൽ ഇങ്ങോട്ട് തള്ളി പോരാണ്ടിരിക്കാൻ. കല്ലിന് 260, 2 ടൺ. ഇതിന് $260. അത് പിന്നെ കുരുത്തം പോലെ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ചെയ്ത. യെസ് മൈ ഡിയർ. Oh, that's why I put the garbage bag there. You think I'm dumb? I'm not answer that question on grounds that may incriminate me and make you pissed off and mad. You know me. I know, I got dumb love. പിന്നെ ഇനി സ്കെയിൽ വെച്ച് അളന്നിട്ടാണോ ചെയ്യണേ? Just get it done with. അമ്മയുടെ ഐഡിയ ആയതുകൊണ്ട് അമ്മ ആരെ കുറ്റം പറയില്ല. ഇവിടെ വളഞ്ഞു മൂവി ഡയലോഗ് പോലെ തള്ള സമ്മതിക്കുമല്ലോ. നീ പ്ലീസ് ഇത് വീണ്ടും പറിച്ചു വെക്കല്ലേ? Okay. Bye, dumb bag. Tell her it doesn't matter. Garbage bag പറന്നു പോയി. അതിനാ പറഞ്ഞത്. No. എന്നല്ലേ കുറ്റം പറഞ്ഞത്? Yeah. Yeah. She thinks it's not straight. ഇവിടെ ആർക്കും ചെവിയേക്കോ? വാ ചായ കുടിക്കാൻ വാ. ചായ് 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 ചായ്. Come in. എന്താ പറഞ്ഞമ്മ? ആശാരി ആശാരി ആശാരി. പണിക്കാരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ അവർക്ക് മൂർച്ച കൂടും. ഞാൻ അവര് നാട്ടിൽ പണ്ട് പറഞ്ഞു, ഞാൻ ആരെയും പേഴ്സണലി കളിയാക്കണല്ല കേട്ടോ, നാട്ടിലങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. ആശാരിമാരെ പണിയാൻ വിളിക്കുമ്പോ അവർ അമ്മ പാടി 2 കൊട്ട് കൂടുതൽ കൊട്ടു. അമ്മേന്റെ ഉടുപ്പ് എന്തോന്നോ ഇത്? ആൾക്കാര് വിചാരിക്കും കേട്ടോ ഇതെന്തോ കുന്നംകുളം അമേരിക്കയാണ്. ആ ചേച്ചിനെ പോലെ ഉണ്ടപ്പോ. ചേച്ചിനെ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ചേച്ചി ഉണ്ട് കേട്ടോ. വാട്ട്സ് ഹർ നെയിം? ചേച്ചിന്റെ പേരെന്നാ? റീന ചേച്ചി. കാണിച്ചേ. മതി മതി. മാർക്ക്
മാർക്ക് കണ്ടില്ല, മാർക്ക് കണ്ടില്ല. ഒന്നോട് ചെയ്യാമോ? ഒന്നോട് ചെയ്. അങ്ങനെ അതല്ല. രണ്ടിനും ഭ്രാന്ത്. പാവം മനുഷ്യൻ സൺബേണൊക്കെ അടിച്ച് അമ്മേനെ എന്തേലും ചെയ്താലോ എന്ന് ഓർത്ത് പ്രാവി നടക്കണ്. ഈ ഡ്രൈവേ ഇങ്ങനെ ആക്കണം എന്നുള്ളത് അമ്മേന്റെ ഐഡിയ ആയിരുന്നു. ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അല്ലേലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നാലും കഴിഞ്ഞ ആഴ്ച എന്റെ കാറിന്റെ പെയിന്റ് ഇച്ചിരി കളഞ്ഞില്ലേ എന്റെ മോള്. ഞാനല്ല എല്ലാരും ആരാണ് മാർക്കിനതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിടാത്തോണ്ട് ഞാനൊന്ന് അടിച്ചിട്ട്